എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ വാഞ്ചൻസ് ആയിരുന്നു ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ച് എന്ന് യാമി പറയുന്നതാണ്. ഇത് കേട്ട് ഫിൻഡലിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ മാത്രമല്ല, ക്യാപ്റ്റൻ ചാർലറ്റ് അടങ്ങുന്ന ഒരുപാട് മാജിക് നൈറ്റ്സും അവനെ പോലെയായി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ നിന്റെ സഹോദരൻ ലാംഗ്രിസിനും അങ്ങനെ തന്നെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇത് കേട്ട് ഫിൻഡൽ ഞെട്ടുന്നു. അങ്ങനെയെങ്കിൽ ആ പവർഫുൾ ആയിട്ടുള്ള മാന അവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ച രീതി, അതിനെല്ലാം കാരണം അവരവനെ കൺട്രോൾ ചെയ്യുന്നതായിരുന്നു. ഹേയ് ഫിൻഡൽ, നീ തയ്യാറാണോ? യെസ് സാർ. ലാംഗ്രിസ്, ഇത്തവണ തീർച്ചയായിട്ടും ഞാൻ നിന്നെ തടഞ്ഞിരിക്കും എന്ന് പറയുവാണ് ഫിൻഡൽ. പിന്നീട് നമ്മൾ കാണുന്നത് ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന മാഗ്നനെയാണ്. ഫിൻഡലിന്റെ അടുത്ത് പോയി തിരിച്ചു വന്ന വെനസയോ അവിടെ ഇരിക്കുന്നുണ്ട്. ആസ്തയും ലെക്കും മാഗ്നയും ആ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ കൂടെ ഇപ്പോൾ ഫൈറ്റ് ചെയ്യുമായിരിക്കും. അവരുടെ സീനിയർ എന്ന നിലയിൽ അവർ ലജ്ജിക്കാത്ത ഒരാളായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ശക്തനായി ഞാൻ മാറിയിരിക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡൌട്ടിൽ നിന്ന് രക്ഷപ്പെട്ട സോറനെയും ക്യാപ്റ്റൻ മെറിലിയോണെയുമാണ്. എന്നെ വിശ്വസിക്കുക, തീർച്ചയായിട്ടും ഞാൻ ജീവനോടെ തിരിച്ചു വരും എന്ന് ആസ്ത പറഞ്ഞത് ആലോചിക്കുകയാണ് സോറ. ഇതേ സമയം എൽഫായി മാറിയ യൂനോയുടെയും മറ്റുള്ളവർക്കും നേരെ നിൽക്കുവാണ് ആസ്ത. യൂനോയെ വിളിച്ച് തിരിച്ച് അവന്റെ യഥാർത്ഥ രൂപത്തിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുവാണ് അവൻ. ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സ്ട്രേഞ്ചേഴ്സ് മാത്രമാണ് എന്ന് പറഞ്ഞ് അവർ അവനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നു. ഹേയ് ലൂണറ്റ്സ്, നിർത്ത്, ഇത് ഞാനാ എന്നവൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവർ അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ തനിക്ക് ഒരുപാട് പരിക്ക് പറ്റുന്നുണ്ടെങ്കിലും തന്റെ സോഡ് ഉപയോഗിച്ച് ആസ്ത അത് തടയുന്നു. ഹേയ് ലൂണറ്റ്സ്, നിർത്ത്, നമ്മളെല്ലാവരും മാജിക് നൈറ്റ്സ് ആണെന്നുള്ള കാര്യം നീ മറന്നുപോയോ? സോ അവന്റെ ആ ബോഡി അതിനെ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കേട്ട് ലൂണറ്റ്സിന് എന്തോ പോലെ തോന്നുന്നു. ഇല്ല, ഒരിക്കലുമില്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനേക്കാളും ഞങ്ങളുടെ പക വളരെയധികം ശക്തമാണ് എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യുവാണ് ലൂണറ്റ്സ്. എന്നാൽ അത് തടയാൻ ആസ്തയെ കൊണ്ട് സാധിക്കുന്നില്ല. ഈസി, വെറുതെ കിടന്ന് ഷോ കാണിച്ചാൽ നിന്റെ ജീവൻ നിനക്ക് നഷ്ടപ്പെടും. ആ സ്വോർഡും ഗ്രിമോയറും നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം നേരം ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് നീ വിചാരിച്ചെങ്കിൽ നിനക്ക് തെറ്റി. നിന്നെ കൊന്നിട്ടാണെങ്കിലും അത് ഞങ്ങൾ എടുത്തിരിക്കും എന്ന് പറഞ്ഞ ആസ്തയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് അവർ. ഇല്ല, ഒരിക്കലുമില്ല, ഇവിടെ നിന്നും ജീവനോടെ തിരിച്ചു ചെല്ലുമെന്ന് ഞാൻ എന്റെ ഫ്രണ്ടിന് വാക്ക് കൊടുത്തതാ. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ മരിക്കില്ല. എന്നെ കൊല്ലാതെ എന്റെ ഫ്രണ്ട്സിന്റെ മേളിൽ കൈവെക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ല. പിന്നെ നിന്നോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഒരു ദിവസം ഞാനൊരു വിസാർഡ് കിങ് ആയി മാറിയിരിക്കും. നമ്മൾ പാവപ്പെട്ടവരാണെങ്കിലും ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമ്മളെ കൊണ്ടും അത് സാധിക്കുമെന്ന് നീയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയവരായി മാറാം. അതെല്ലാവർക്കും തെളിയിച്ചു കൊടുക്കാം. സിസ്റ്ററെയും മറ്റുള്ളവരെയും പ്രൊട്ടക്ട് ചെയ്യാം. ആരാണ് വിസാർഡ് കിങ് എന്നറിയാൻ തീർച്ചയായും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും. അനങ്ങാൻ പോലും സാധിക്കാത്ത ഒരു മനുഷ്യനിൽ നിന്നുള്ള അവസാനത്തെ വാചകങ്ങൾ. എത്ര സംസാരിച്ചിട്ടും ഒരു കാര്യവുമില്ല. നീ തീർന്നടാ എന്ന് പറഞ്ഞ് അവരവനെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്നാണ് ഒരു വലിയ കൊടുങ്കാറ്റ് അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. കം ഓൺ ആസ്ത, അടുത്ത വിസാർഡ് കിങ് അത് ഞാനാണ്. സോ ഒരു എൽഫായി മാറിയ യൂനോ ആയിരുന്നു അത്. ഇത് കണ്ട് ആർക്കൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. സോ യൂനോയെ കണ്ട ഒരു എൽഫായി തോന്നുമെങ്കിലും അത് യഥാർത്ഥ യൂനോ തന്നെയാണ്. ഹേയ്, ആരാ നീ? നിനക്കെങ്ങനെ എന്റെ പേരറിയാം? ഞാൻ ആ പഴയ ഞാൻ തന്നെയാ. അതുകൊണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹേയ്, എനിക്കെന്ത് പ്രശ്നം? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഹേയ്, നീ ഞങ്ങളുടെ കൂടെയാണ് നിൽക്കേണ്ടത്. വാ, ഇങ്ങോട്ട് വാ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇവർ സംസാരിക്കുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് ടെൻഷൻ ആവുകയാണ് ബെൽ. എന്ന് സാധാരണ അവരുടെ കയ്യിലുള്ള പവറിനേക്കാൾ അത് ഒരുപാടധികം കൂടുതലായിരുന്നു. ഈ മാന വെച്ച് നോക്കുമ്പോൾ എൽഫ് അവന്റെ ഉള്ളിൽ പുനർജനിച്ചു എന്നുള്ളത് തികച്ചും സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവന്റെ പെരുമാറ്റം ഇപ്പോഴും ഒരു മനുഷ്യനെ പോലെയാ. അത് മാത്രമല്ല, തന്റെ ഗ്രിമോയറും സോഡും തന്റെ മുൻപിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാ ലിച്ച് പ്രതികരിക്കാത്തെ? ഒരു പക്ഷേ തന്റെ സുഹൃത്തുക്കളായ എൽഫുകളെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ അവൻ അവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിക്കുന്നത് കൊണ്ടായിരിക്കുമോ? എന്തായാലും അധിക നേരം ലിച്ച് ഇത് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ ഇതേ സമയം തങ്ങളുടെ ശരീരം മറ്റേതോ ആത്മാവാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് യോനോക്ക് മനസ്സിലാകുന്നു. പക്ഷെ ഞാൻ അവരെ പോലെയല്ല. ക്ലോവർ കിൻഡത്തെ രക്ഷിക്കാനുള്ള മാജിക് നൈറ്റിലെ ഒരു മെമ്പറാണ് ഞാൻ. ഓ നോ, രൂപം കൊണ്ട് അവൻ നമ്മളെ പോലെയാണെങ്കിലും അവന്റെ ഉള്ളിലെ മനുഷ്യൻ ഇപ്പോഴും അവനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ശരി, ഇനി നിന്റെ പുറകിലുള്ള രണ്ടുപേരെയും ഇല്ലാതാക്കി നിന്റെ ബോഡി മുഴുവനായിട്ടും ഞങ്ങൾ ഞങ്ങളുടെ കൺട്രോളിലോട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞ് അവനെ അറ്റാക്ക് ചെയ്യുവാണ് അവർ രണ്ടുപേരും. എന്നാൽ യൂനോ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് അതെല്ലാം തടയുന്നു. നിന്റെ ആ ശരീരം എന്റെ സീനിയേഴ്സിന്റേതാണ്. മര്യാദയ്ക്ക് അത് തിരിച്ചു താ. നിന്നെ കൊണ്ടൊന്നും ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല.
ഞങ്ങളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും അവരുടെ പവേഴ്സ് ഉപയോഗിക്കുകയാണ്. അത് കണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് ആസ്ത. അവരെ എങ്ങനെ പഴയതുപോലെ ആക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞ് കൺട്രോൾ ചെയ്യാവുന്നുള്ളത് മാത്രമാണ്. നീയും മിമോസയും പുറകോട്ട് നിൽക്ക്, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണ് യൂനോ. ഇത് കേട്ട് ആസ്തക്ക് എന്തോ പോലെ തോന്നുവാണ്. ഇതെല്ലാം ഒറ്റയ്ക്ക് നീ ചെയ്യാൻ ഞാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ യൂനോ? ഹേയ് മിമോസ, നീ കുറച്ച് പുറകോട്ട് നിൽക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് വിളിച്ചു പറയുവാണ് ആസ്ത. നമ്മുടെ കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഗ്രിമോയറും മാജിക്കും ഒരുപാട് പുരോഗമിച്ചിരിക്കുന്നു. അത് ശരിയാണ്, പക്ഷേ നമുക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു കാലഘട്ടത്തിനും സാധിക്കില്ല എന്ന് പറഞ്ഞ് അവർ പരസ്പരം അവരുടെ മാജിക് ഉപയോഗിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ആസ്തയും യൂനോയും തങ്ങളുടെ പവേഴ്സ് ഉപയോഗിക്കുന്നത്. നീ തയ്യാറാണോ യൂനോ എന്ന് വിളിച്ചു ചോദിക്കുകയാണ് ആസ്ത. സോ രണ്ടുപേരും ചേർന്ന് അവരുടെ ആ കോംബോ മാജിക്കിനെതിരെ പാഞ്ഞെടുക്കുന്നു. തങ്ങളുടെ പവേഴ്സ് ഉപയോഗിച്ച് അവർ രണ്ടുപേരും ചേർന്ന് അത് രണ്ടായി അങ്ങ് കട്ട് ചെയ്യുന്നു. ഇത് കണ്ട് അവരെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ആന്റി മാജിക് ബോയ് വളരെയധികം മോശമാണ്. അവന്റെ കൂടെ നിൽക്കുന്ന പയ്യനാണെങ്കിൽ മുഴുവനായിട്ടും മാറിയിട്ടില്ല. പക്ഷേ പുനർജന്മത്തിന് ശേഷം അവന് കിട്ടിയ ആ മാജിക് ബൂസ്റ്റ് അത് ശരിക്കും വളരെയധികം സ്ട്രോങ് ആണ് എന്ന് പറയുവാണ് റായ. അപ്പോഴാണ് താഴെ വീഴുന്ന ഹാമോണിനെയും ലൂണറ്റ്സിനെയും ലിച്ച് കാണുന്നത്. ഇത് കണ്ട് ആസ്തയ്ക്ക് യൂനോക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. മാജിക് പവർ ഇല്ലാതെ എങ്ങനെ അയാൾക്ക് വായുവിൽ നിൽക്കാൻ സാധിക്കുന്നു? അത് മാത്രമല്ല അവരുടെ ആ മാന അത് വളരെയധികം സ്ട്രോങ് ആ. സോ ലൂണറ്റ്സിനെയും ഹാമോണിനെയും സേഫായി താഴെ ഇറക്കിയ ലിച്ച് തന്റെ സോഡിന് നേരെ നടന്നു വരുന്നു. ഇത് കണ്ട് ആസ്തയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് അവന്റെ കോസ്റ്റ്യൂമിനകത്ത് നിന്നും നീരോ പുറത്തോട്ട് വരുന്നത്. എന്നാൽ ഇതേ സമയം തന്റെ സോഡ് അവിടെ നിന്നും എടുക്കുവാണ് ലിച്ച്. അവനിൽ നിന്ന് വരുന്ന കീ വെച്ച് ആ സോഡ് വളരെയധികം പവർഫുൾ ആണെന്ന് ആസ്ത മനസ്സിലാക്കുന്നു. പക്ഷെ നേരത്തെ ഹാമോണിനെയും ലൂണറ്റ്സിനും എതിരെ തന്റെ പവർ ഉപയോഗിച്ചത് കൊണ്ട് ഇനി അധിക നേരം ഒന്നും ഇവന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന് ആസ്തയ്ക്ക് മനസ്സിലാകുന്നു. കമോൺ, കുറച്ചു നേരം കൂടി. ഹേയ് ആസ്ത, നീ സൂക്ഷിക്കണം എന്ന് യൂനോ പറഞ്ഞു തീർന്നതും ലിച്ച് ആസ്തയുടെ അടുത്തോട്ട് വരുന്നു. ഇത് കണ്ട് അവനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവൻ വളരെയധികം ഫാസ്റ്റ് ആണ്. അല്ല, പ്രാക്ടിക്കലി ഇവൻ ഈ വായുവുമായിട്ട് അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അവന്റെ ആക്കി എനിക്കിപ്പോ വായിക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് ഈ മാന കാണാൻ സാധിക്കുന്നില്ല. നാച്ചുറൽ മാനയുമായിട്ട് അവൻ ഒന്നായതുപോലെ എനിക്ക് തോന്നുന്നു എന്ന് യൂനോ ചിന്തിക്കുന്ന സമയത്താണ് ആസ്തയുടെ കയ്യിലുണ്ടായിരുന്ന ആ സോഡ് അവൻ പോലും അറിയാതെ ലിച്ച് അവന്റെ കയ്യിൽ നിന്നും എടുക്കുന്നത്. വളരെ വേഗത്തിൽ ആസ്തയെ രണ്ടായി മുറിക്കാൻ ശ്രമിക്കുവാണ് ലിച്ച്. പെട്ടെന്ന് തന്നെ യൂനോ ആസ്തയെ തട്ടി മാറ്റുന്നു. തെറിച്ചുപോയ ആസ്തയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ് ലിച്ച്. എന്നാൽ അതെല്ലാം ആസ്ത വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തടയുന്നു. എന്നാൽ ഇതേ സമയം യൂനോയെ അറ്റാക്ക് ചെയ്യാൻ ലിച്ച് ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ട് ആസ്ത ലിച്ചിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. പക്ഷെ അധിക നേരം അവനെതിരെ പിടിച്ചു നിൽക്കാൻ ആസ്തയെ കൊണ്ട് സാധിക്കുന്നില്ല. വിൻഡ് സ്പിരിറ്റ് ബൈൻഡിങ് മാജിക് ലേബൽ ടെമ്പൽസ്റ്റ് എന്ന് പറഞ്ഞ് ലിച്ചിനെ പിടിച്ചു വെക്കുവാണ് യൂനോ. ഇപ്രാവശ്യം അത് മിസ് ചെയ്യരുത്. ഞാൻ നിന്നെ പോലെ അല്ല യൂനോ എന്ന് പറഞ്ഞ് ആസ്ത ലിച്ചിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. പെട്ടെന്ന് തന്നെ ആസ്ത അവനെ രണ്ടായി കട്ട് ചെയ്യുന്നു. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആസ്തയുടെ പുറകിലൂടെ വന്ന ലിച്ച് അവനെ ഒറ്റ അടി അടിക്കുന്നത്. തെറിച്ചുപോയ ആസ്തയെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ് ലിച്ച്. ഇത് കണ്ട് യൂനോ തന്റെ വിൻഡ് മാജിക് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവന്റെ മുൻപിലോട്ട് വരുവാണ് ലിച്ച്. എന്നാൽ യൂനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലിച്ചിനെതിരെ പിടിച്ചു നിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യേണ്ടത്. ഹേയ്, നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് യൂനോ ആസ്തയോട് ചോദിച്ചതും ലിച്ച് ആസ്തയെ അടിച്ചങ്ങ് തെറിപ്പിക്കുന്നു. എന്നാൽ തെറിച്ചുപോയ ആസ്ത അവിടെ ഉണ്ടായിരുന്ന ഒരു വെള്ളത്തിലോട്ടാണ് വീഴുന്നത്. വിൻഡ് സ്പിരിറ്റ് മാജിക് സ്പിരിറ്റ് സ്റ്റോം എന്ന് പറഞ്ഞ് യൂനോ ലിച്ചിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ആസ്തയുടെ സോഡ് കൈവശമുള്ള ലിച്ച് അത് ഉപയോഗിച്ച് ആ അറ്റാക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ തടയുന്നു. യൂനോയുടെ ആ സ്പെല്ലെല്ലാം എക്സോർബ് ചെയ്ത സോഡ് യൂനോക്ക് തന്നെ പ്രയോഗിക്കാൻ നിൽക്കുവാണ് ലിച്ച്. അത് യഥാർത്ഥ ഡീമൺ ട്രോളർ സ്വോർഡിന്റെ ശക്തികളിൽ ഒന്നാണ്. സോ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ലിച്ചിന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുവാണ് യൂനോ. അവൻ വളരെയധികം സ്ട്രോങ് ആണ്. എന്റെ സ്വോർഡിന് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരിക്കും എന്താ ഇവിടെ നടക്കുന്നേ? കമോൺ ബോഡി, ഇത് അനങ്ങാണ്ടിരിക്കേണ്ട സമയമല്ല. പിന്നീട് നമ്മൾ കാണുന്നത് മിമോസേനയാണ്. ഞാൻ അവരെ ഹീൽ ചെയ്യണമെന്ന് വിചാരിച്ചാലും എന്റെ മാജിക് ഉപയോഗിച്ച് അതിന് സാധിക്കില്ല. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡൌട്ടിൽ നിന്നും പുറത്തോട്ട് വന്ന യൂനോയെ ലിച്ചും ആകാശത്ത് വെച്ച് ഫൈറ്റ് ചെയ്യുന്നു. ഇത്രയൊക്കെ പവർ ഉപയോഗിച്ചിട്ടും അവൻ ചെറുതായിട്ടൊന്ന് തളർന്നിട്ട് പോലുമില്ല. ഇനിയും ശക്തമായി അവനെ അറ്റാക്ക് ചെയ്തേ പറ്റൂ. കമോൺ, എന്റെ യഥാർത്ഥ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം.
മാനാസോൺ സ്പിരിറ്റ് സ്റ്റോം. സോ ലിച്ചിന് പുറകിലൂടെ അറ്റാക്ക് ചെയ്താൽ അവരെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച യൂനോ തെറ്റി. അവന്റെ കയ്യിലിരിക്കുന്ന സോഡ് ഉപയോഗിച്ച് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ലിച്ച് അത് തടയുന്നു. ഇതെല്ലാം ഞാൻ ലിച്ചിന്റെ അടുത്ത് നിന്നും പ്രതീക്ഷിച്ചതാണ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് റായ. പെട്ടെന്നാണ് തന്റെ സോഡും കയ്യിൽ പിടിച്ച് ആസ്ത മുകളിലോട്ട് പോകുന്നത്. ഇവിടെയാണ് ആസ്ത തന്റെ ലിമിറ്റ്സ് പുഷ് ചെയ്യുന്നത്. ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ലടാ. ഇല്ല, ഇത് വളരെ നല്ലൊരു ടൈമിംഗ് ആണ്. അവർ മുൻപേ തന്നെ പ്ലാൻ ചെയ്തതുപോലെ. ശരിക്കും ആരാ അവർ രണ്ടുപേരും എന്ന് ചിന്തിക്കുവാണ് റായ. യൂനോയെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. അതെ, ആസ്തയെ കൊല്ലാനും ഞാൻ അനുവദിക്കില്ല. ബിക്കോസ് അവൻ എന്റെ എതിരാളിയാണ് എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും ലിച്ചിനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. എന്നാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന സോഡ് ഉപയോഗിച്ച് അത് തടയുവാണ് ലിച്ച്. അപ്പോഴാണ് ആ സോഡ് ലിച്ചിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്നത് ആസ്ത കാണുന്നത്. എന്നാൽ ആസ്ത അത് പിടിക്കുന്നുണ്ടെങ്കിലും യൂനോയുടെ പവേഴ്സ് എല്ലാം അബ്സോർബ് ചെയ്ത സോഡ് ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുവാണ് ലിച്ച്. പെട്ടെന്നാണ് മിന്നറ്റ് സണ്ണിന്റെ ഹൈഡൌട്ടിൽ ഉണ്ടായിരുന്ന മിമോസയ്ക്ക് ചുറ്റും വിൻഡ് മാജിക് ഉപയോഗിച്ച് ഒരു ബാരിയർ ക്രിയേറ്റ് ആവുന്നത്. എന്താ ഇത് യൂനോയുടെ സ്പെല്ലാണോ എന്നവൾ ചിന്തിക്കുമ്പോഴേക്കും ആസ്ത യൂനോയെ അങ്ങോട്ട് തെറിച്ചു വീഴുന്നു. അതിന്റെ ആ ഫോഴ്സിൽ ആ കാടിന്റെ പകുതി തന്നെ കത്തി അങ്ങ് നശിക്കുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന റോയൽ നൈറ്റ്സ് എല്ലാവരും തങ്ങളുടെ സ്പെൽ ഒരു ഷീൽഡായി ഉപയോഗിച്ച് അതിൽ നിന്നും രക്ഷപ്പെടുന്നത്. സോ ആസ്തയുടെ കയ്യിലുണ്ടായിരുന്ന തന്റെ സോഡ് തിരിച്ചു പിടിച്ച ലിച്ച് ആ പ്രദേശം തന്നെ അങ്ങ് ഇല്ലാതാക്കുന്നു.